സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വത്വത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. രാഷ്ട്രീയ സ്വത്വം, ഞാൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ദേശീയമെന്ന് മലയാളത്തിൽ കുറേ കാലമായിട്ട് ഈ വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് നാഷണൽ എന്നതിന് രാഷ്ട്രീയം എന്ന് വന്നു പോവുകയാണ്. ദേശീയ സ്വത്വം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ആ ദേശീയ തനിമയെ, സെൽഫുഡിനെ എല്ലാ മേഖലയിലും നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം എന്ന വാക്കിന് അർത്ഥമുണ്ടാകുള്ളൂ എന്ന് പറഞ്ഞവരായിരുന്നു അരവിന്ദ മഹർഷിയായാലും സ്വാമി വിവേകാനന്ദനായാലും അസംഖ്യം നമ്മുടെ ദേശീയ നേതാക്കന്മാർ, മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം ആദ്യന്തം ശ്രദ്ധാപൂർവം യാതൊരു പക്ഷപാതിത്വവും ഇല്ലാതെ വായിക്കാൻ മുതിരുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ് നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത് നമ്മുടെ തനിമയെ ആവിഷ്കരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ചോദിച്ചത് വളരെ കൃത്യമാണ്. കായികമോ ഭൗതികമോ ആയ ഒരു സ്വാതന്ത്ര്യലബ്ധി മാത്രമാണ് നമുക്ക് ലഭിച്ചത്. അത് പ്രധാനമാണ്, പ്രധാനമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം തുടക്കം കുറിക്കേണ്ടിയിരുന്ന ഈ ദേശീയ സ്വത്വത്തിൻ്റെ സമാവിഷ്കരണം അത് വേണ്ടും പോലെ സംഭവിച്ചില്ല എന്നതാണ് വസ്തുത. അതിൻ്റെ അപജയം, അതിൻ്റെ അപകടം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്.